പ്രിയപ്പെട്ടവരെ, നമ്മിൽ നിന്നും വേറെ പിരിഞ്ഞു പോകുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഈ കുട്ടിച്ചേട്ടന് അച്ഛന് സുരക്ഷിതമായിട്ടുള്ള ഒരു യാത്രയയപ്പ് നമ്മൾ നടത്തുകയാണ്. നമ്മളെല്ലാവരും തീർത്ഥാടകരാണ് എങ്കിലും കർത്താവിൻ്റെ പക്കലേക്കുള്ള ഒരു തീർത്ഥാടനത്തിലാണല്ലോ ഈ വന്ധ്യപിതാവ്. കർത്താവിൻ്റെ സന്നിധിയിൽ എത്തിച്ചേർന്നു എന്ന് നമുക്ക് പ്രത്യാശിക്കാം. ഈ പിതാവിൻ്റെ വേർപാടിൽ ദുഃഖിതരായിരിക്കുന്ന എലിയമ്മ ചേച്ചിയോടും അതുപോലെ തന്നെ അച്ചു, ജിജു, അനു മക്കളെല്ലാവരോടും കൊച്ചുമക്കളോടുമെല്ലാം പ്രത്യേകമായിട്ട് അനുശോചനം അറിയിക്കുകയാണ്. ഇന്നത്തെ ശുശ്രൂഷ ഇവിടെ ഭവനത്തിൽ നടത്തുന്നത് ബിനോയ് ആലപ്പാട്ട് അച്ഛനാണ്. അച്ഛന് ഇവിടെ ജിജോയുടെ കൂടെ പഠിച്ച വ്യക്തിയുമാണ്. അതുപോലെ തന്നെ ഇന്ന് ചരമപ്രസംഗം നടത്തുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ഡൊമിനിക് വെച്ചൂരച്ഛനാണ്, ഇടവാർ സെമിനാരിലെ റെക്ടർ. അച്ഛനെയും ഈ സംഘടനയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അനുദപിക്കുന്ന പാപികളുടെ സങ്കേതമായ ദൈവമേ, പാപമോചനത്തിനായി ഈ പനിനീരിനെ ആശീർവദിക്കണമേ. ഈ ജലത്താൽ തന്നെ ഞങ്ങളെ വിശുദ്ധീകരിക്കുകയും ചെയ്യണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹയുടെയും നാമത്തിൽ സുഗന്ധദ്രവ്യങ്ങളുടെയും പരിമള സസ്യങ്ങളുടെയും നാഥനായ ദൈവമേ, അങ്ങയുടെ ബഹുമാനത്തിനും ഞങ്ങളുടെ പാപമോചനത്തിനുമായി ഈ ചന്ദനത്തിരികൾ ആശീർവദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹയുടെയും നാമത്തിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഉദ്ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹയ്ക്കും സ്തുതി, ആദിമുതൽ എന്നേക്കും ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഉദ്ഘോഷിക്കുന്നു. കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും നിന്റെ കാരുണ്യത്തെ പുകഴ്ത്തുകയും മഹനീയമായ ത്രിത്വത്തിന്റെ നിഗൂഢമായ ശക്തിയെ സ്തുതിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും മരണത്തിന്റെയും ജീവനും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധ റൂഹയുമായ സർവേശ്വര. മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. മരിച്ചവനെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. വയലിലെ പുഷ്പം പോലെ അത് വിരിയുന്നു. ചുടുകാറ്റടിക്കുമ്പോൾ വാടിപ്പോവുകയും ചെയ്യുന്നു. അത് നിന്നിരുന്ന സ്ഥലവും അജ്ഞാതമായി തീരുന്നു. കർത്താവിനെ സ്നേഹിക്കുന്നവരുടെ മേലെന്നും അവന്റെ അനുഗ്രഹമുണ്ടായിരിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. മരിച്ചവനെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ.
മണ്ണിൽ നിന്ന് ആദത്തെ സൃഷ്ടിച്ചവനും അയാളുടെ സന്താനങ്ങളെ ഉത്ഥാനം വഴി നവീകരിക്കുന്നവനുമായ കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. മരിച്ചവനെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. എന്റെ ജീവിതം നിന്റെ മുമ്പിൽ എത്ര നിസാരമാകുന്നു. എന്തുകൊണ്ടെന്നാൽ ജീവിതം നിഴൽ പോലെ കടന്നു പോകുന്നു. മനുഷ്യനോ നിക്ഷേപം കൂട്ടുന്നു, അതാർക്കു വേണ്ടിയാണെന്ന് അവൻ അറിയുന്നില്ല. കർത്താവേ, നീയല്ലാതെ ആരെനിക്ക് ആശ്രയം? എല്ലാ തിന്മകളിൽ നിന്നും എന്നെ രക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹിക്കും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. മരിച്ചവനെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. കരുണയാ ഞങ്ങളെ സൃഷ്ടിക്കുകയും നീതിയാൽ മരണവിധേയരാക്കുകയും ദയാധിക്യത്താൽ ഉയർപ്പിക്കുകയും ചെയ്യുന്ന കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. നിന്റെ ദാസന്റെ ആത്മാവിനെ സന്തോഷിപ്പിക്കണമേ. നൃപനാം മിശിഹ കർത്താവേ, അഴലും മരണവുമില്ലാതെ ജീവൻ വിളയും രാജ്യത്തിൽ വാനവരോടെ ചിരകാലം ആനന്ദത്തോടു വാണിടുവാൻ ദാസനു വരമിന്നരുളേണം. ആദിപിതാവാമാദത്തെ സൃഷ്ടിച്ചവനാം ദൈവത്തിൽ ആശ്രയമഖിലമണയ്ക്കുന്നു. മർത്യനു ശരണം നീയല്ലോ. ലോകം വ്യർത്ഥം സകലേശ, ഞങ്ങൾ കരുളുക നവജീവൻ. വാഗ്ദാനങ്ങളിൽ കർത്താവ് വിശ്വാസ്യനാകുന്നു. വിലപിക്കരുതേ, മരണത്തിൽ പുനരുത്ഥാനം വരുമല്ലോ. അരുൾ ചെയ്തില്ലേ തിരുനാഥൻ, ദൃഢമായ എന്നിൽ വിശ്വാസം നിക്ഷേപിക്കും മനുജനു ഞാൻ അന്തിമ ദിവസം ഉയർപ്പേകും. ശാന്തി നിനക്ക് പകർന്നീടും. മർത്യത പുണരുന്ന ക്ഷയമുള്ളോരക്ഷയനാകും. മർത്യതയേവം സകലേശൻ നിതരാം നൂതനമാക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹയ്ക്കും സ്തുതി. നൃപനാം മിശിഹ കർത്താവേ, വാഴ്ത്തിപ്പാടി നമിക്കുന്നേൻ. വിശ്വത്തിന്റെ വിധാതാവേ, നൽകണമേ പുനരുത്ഥാനം. പരിശുദ്ധന്മാർ വാഴുമിടം ചേർക്കണമെന്നെയും അഖിലേശ. കരുണയുടെ നിറുത്തണലി നല്ലവരൊത്തു വലപ്പാകെ നൽകണമേ നിത്യായുസ്സിൻ പരമോന്നതമാം പരിവേഷം. എന്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ് ശ്ലീഹ തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ ലേഖനം. എന്റെ സഹോദരരെ, മരിച്ചവരെ കുറിച്ച് പ്രത്യാശയില്ലാത്തവരെ പോലെ നിങ്ങൾ ദുഃഖിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോ മരണശേഷം ഉയർത്തെഴുന്നേറ്റു എന്ന് നാം വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ദൈവം ഈശോയിൽ മരിച്ചവരെയും അവനോടുകൂടെ ഉയർപ്പിക്കും. നമ്മുടെ കർത്താവ് ആഗതനാകുമ്പോൾ ജീവിച്ചിരുന്നവർ മരിച്ചവർക്ക് മുമ്പ് കടക്കുകയില്ല എന്ന് നമ്മുടെ കർത്താവിന്റെ വാക്കുകളിൽ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവ് അധികാരത്തോടും പ്രധാന മാലാഖയുടെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് എഴുന്നള്ളി വരും. മിശിഹായിൽ മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായ നാം കർത്താവിന്റെ എതിരേൽപ്പിനായി അവരോടുകൂടെ മേഘങ്ങളിൽ എടുക്കപ്പെടും. നാം എന്നും കർത്താവിനോടുകൂടെ ആയിരിക്കുകയും ചെയ്യും. ആകയാൽ ഈ വാക്കുകളാൽ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുവിൻ.
നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. കർത്താവേ, എന്റെ രക്ഷകനായ ദൈവമേ, രാവും പകലും നിന്നോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്റെ പ്രാർത്ഥന നിന്റെ പക്കലെത്തട്ടെ. എന്റെ അപേക്ഷ നീ കേൾക്കണമേ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ടെന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു. അവൻ വിധിക്ക് വിധേയനാവുകയില്ല, മരണത്തിൽ നിന്ന് അവൻ ജീവനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും അത് കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയമടുത്തിരിക്കുന്നു. അല്ല, അത് വന്നു കഴിഞ്ഞു. എന്തുകൊണ്ടെന്നാൽ ജീവന്റെ ഉറവിടമായ പിതാവ് തന്റെ പുത്രനെയും ജീവന്റെ ഉറവിടമാക്കിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധികർത്താവാകുവാനുള്ള അധികാരവും അവന് കൊടുത്തിരിക്കുന്നു. നിങ്ങളിതിൽ വിസ്മയിക്കേണ്ട. എന്തുകൊണ്ടെന്നാൽ കല്ലറിലുള്ളവർ അവന്റെ ശബ്ദം കേൾക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനും തിന്മ ചെയ്തവർ വിധിയുടെ ഉയർപ്പിനുമായി പുറത്തു വരും. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഈശോ മിശിഹായിൽ എത്രയും സ്നേഹബഹുമാനപ്പെട്ട വികാരിയച്ച, ബഹുമാനപ്പെട്ട വൈദിക സഹോദരരെ, സംതപ്തരായ കുടുംബാംഗങ്ങളെ, വാത്സല്യമുള്ള സഹോദരങ്ങളെ, നാം എല്ലാവരും ഇപ്പോൾ ഈ തൈപ്പറമ്പിൽ തറവാട് വീടിന്റെ തിരുമുറ്റത്ത് ഒന്നിച്ചു ചേർന്നിരിക്കുന്നത് ഈ തറവാട് കുടുംബത്തിന്റെ പ്രകാശവും നാഥനുമായി കഴിഞ്ഞ 96 വർഷങ്ങൾ ഈ ഭൂമിയിൽ വ്യാപരിച്ച് സന്തോഷത്തോടെ സ്വർഗപിതാവിന്റെ ഭവനത്തിലേക്ക് മടക്കയാത്രയിലായിരിക്കുന്ന ബഹുമാനപ്പെട്ട കുട്ടിച്ചേട്ടന്റെ അന്തിമ യാത്രയിൽ പങ്കുചേരുവാൻ വേണ്ടിയാണ്. നമുക്കേവർക്കും അറിയാവുന്നതുപോലെ മിനിങ്ങാന്ന് ശാരീരികമായ മരണം മൂലം ഈ ലോകത്തിൽ നിന്ന് പ്രിയപ്പെട്ട കുട്ടിച്ചേട്ടൻ മറുകരയ്ക്ക് യാത്രയായിരിക്കുകയാണ്. നാം എല്ലാവരും എത്തിച്ചേരേണ്ട യഥാർത്ഥ ഭവനമായ സ്വർഗത്തിലേക്ക് കുട്ടിച്ചേട്ടന്റെ യാത്രയായി കഴിഞ്ഞു. നമുക്ക് സ്നേഹത്തോടെ, പ്രാർത്ഥനയോടെ, നന്ദിയോടെ കുട്ടിച്ചേട്ടനെ സ്വർഗത്തിലേക്ക് യാത്രയാക്കാം. ഇപ്രകാരം നന്ദിയോടെ നാം യാത്രയാക്കുമ്പോൾ നേരെ കാരണങ്ങളുമുണ്ട്. നമുക്ക് ഏവർക്കും നന്നായി അറിയാവുന്നതുപോലെ ഭാഗ്യപ്പെട്ട ഒരു മരണത്തിലൂടെയാണ് കുട്ടിച്ചേട്ടൻ സ്വർഗലോകത്തേക്ക് കടന്നുപോയിരിക്കുന്നത്. 96 സംവത്സരങ്ങൾ ഈ ഭൂമിയിൽ ആരോഗ്യത്തോടെ, ഓർമ്മശക്തിയോടെ ജീവിക്കുവാൻ സാധിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ ദൈവകൃപയായി നാം എല്ലാവരും കരുതുന്നു. പഴയ നിയമത്തിൽ പൂർവപിതാക്കന്മാരായ അബ്രാഹവും ഇസ്ഹാക്കും യാക്കോബും ഒക്കെ കടന്നു പോകുമ്പോൾ അതിനെക്കുറിച്ച് വേദപുസ്തകം പറയുന്ന ഇപ്രകാരമാണ്: തങ്ങളുടെ വർഷങ്ങൾ പൂർത്തിയായപ്പോൾ തികഞ്ഞ വാർദ്ധക്യത്തിൽ അബ്രാഹം അന്ത്യശ്വാസം വലിക്കുകയും തന്റെ ജനത്തോട് ചേരുകയും ചെയ്തു. 96 വത്സരങ്ങൾ ഈ ഭൂമിയിൽ ജീവിച്ച് ഇപ്പോൾ അന്ത്യശ്വാസം വലിച്ച് തന്റെ പിതാക്കന്മാരോട് ചേരുവാൻ സ്വർഗത്തിലേക്ക് യാത്രയായിരിക്കുകയാണ്. അതുപോലെ തന്നെ നന്നായി ഒരുങ്ങിയാണ് കുട്ടിച്ചേട്ടൻ ദൈവത്തിന്റെ പക്കലേക്ക് കടന്നു പോവുക. എലിയമ്മ ചേട്ടത്തി എന്നോട് പറഞ്ഞനുസരിച്ച് മിനിങ്ങാന്ന് വൈകുന്നേരം നന്നായി കുളിച്ച് അത്താഴമൊക്കെ കഴിച്ച് പിറ്റേ ദിവസം രാവിലെ ചെറിയ ദേഹാസ്വാസ്ഥ്യം ഉണ്ടായിരുന്നതുകൊണ്ട് ആശുപത്രിയിൽ പോകുവാൻ വേണ്ടി തിരുഹൃദയരൂപത്തിന്റെ മുമ്പിൽ പ്രാർത്ഥിച്ചൊരുങ്ങി നെറ്റിയിൽ കുരിശും വരച്ച് മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് അസ്വാസ്ഥ്യം കൂടുകയും പെട്ടെന്ന് മരണം മൂലം ദൈവത്തിന്റെ പക്കലേക്ക് കടന്നു പോവുകയും ചെയ്യുക. അവസാന നിമിഷം വരെ ദൈവചിന്തയിൽ ജീവിച്ച് നല്ല ഒരുക്കത്തോടെ ഭാഗ്യപ്പെട്ട മരണം സ്വീകരിച്ച് കുട്ടിച്ചേട്ടൻ കടന്നുപോയിരിക്കുന്നു. ഒപ്പം തന്നെ ഏൽപ്പിച്ച എല്ലാ നിയോഗങ്ങളും പൂർത്തിയാക്കിയിട്ടാണ്, സംതൃപ്തിയോടെയാണ് കടന്നു പോകുന്നത് എന്നത് നമുക്കെല്ലാവർക്കും കുട്ടിച്ചേട്ടനെ നന്ദിയോടെ, പ്രാർത്ഥനയോടെ യാത്രയാക്കുവാൻ പ്രേരിപ്പിക്കുകയാണ്. ഇപ്രകാരം പ്രാർത്ഥനാപൂർവ്വം യാത്രയാക്കുമ്പോഴും പ്രിയപ്പെട്ട കുട്ടിച്ചേട്ടന്റെ വേർപാടിൽ വേദനിക്കുന്നവര് ഒത്തിരിയുണ്ട്. പ്രത്യേകിച്ച്
ജീവിത പങ്കാളിയായ എലിയമ്മ ചേടത്തിയും മക്കളായ ജീജോയും അജോയും അനുവും അവരുടെ മരുമക്കളും കൊച്ചുമക്കളും ഏറ്റവും അടുത്ത ബന്ധുമിത്രാദികൾക്ക് ഇത് വേദനയുടെ ഒരു അനുഭവവും കൂടിയാണ്. അതുകൊണ്ട് വേദനയുടെ അവസരത്തിൽ ഞങ്ങളെല്ലാം പ്രാർത്ഥന നമുക്ക് വേണ്ടി കുരിശിൽ പാടുപീഠ സഹിച്ച് മരിച്ച് 3-ാം ദിവസം മഹത്വത്തോടെ ഉയർത്തെഴുന്നേറ്റ് ഈശോയിൽ വിശ്വസിക്കുന്നവരാണ് നാം എല്ലാവരും. ഉത്ഥിതനായ മിശിഹ നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ ജീവിതങ്ങളെയും ആശ്വസിപ്പിക്കട്ടെ. മാത്രവുമല്ല, നമുക്ക് അറിയാവുന്നതുപോലെ ഇപ്പോൾ നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ആരാധനാ വത്സരത്തിലെ ശ്ലീഹാകാലത്തിലൂടെയാണ്. ആശ്വാസപ്രദനായ പരിശുദ്ധാത്മാവിനെ പ്രത്യേകം ഓർക്കുന്ന കാലഘട്ടമാണ്. നമ്മോട് കൂടെ വസിച്ചുകൊണ്ട് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും നമ്മെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്ന ആശ്വാസപ്രദനാണ്, മറ്റൊരു സഹായകനായിട്ടാണ് സുവിശേഷകന്മാര് പരിശുദ്ധ റൂഹായെ നമുക്ക് പരിചയപ്പെടുത്തി തരും. അതുകൊണ്ട് ആ പരിശുദ്ധാത്മാവിന്റെ കൃപ കൊണ്ട് ഇവർ നിറയട്ടെ പ്രത്യേകം പ്രാർത്ഥിക്കുകയുമാണ്. പ്രകാരം പ്രാർത്ഥനയോടെ ഉത്ഥാന ജീവിതത്തിന്റെ പ്രത്യാശയോടെ കുട്ടിച്ചേട്ടനെ സ്വർഗത്തിലേക്ക് യാത്രയാക്കുമ്പോൾ കുറെ നല്ല ഓർമ്മകൾ നമ്മുടെയൊക്കെ മനസ്സിലുണ്ട്. ഇവർ നേരത്തെ താമസിച്ചിരുന്നത് എൻ്റെ അമ്മ വീടിന് തൊട്ടടുത്തായിരുന്നു. ഞാൻ ഓർമ്മ വെച്ച നാള് മുതൽ അമ്മ വീട്ടിൽ വരുമ്പോൾ ഈ കുട്ടിച്ചേട്ടനെയും ഏലിയമ്മ ചേട്ടത്തെയും കണ്ടുകൊണ്ടാണ് ഓരോ തവണയും അമ്മ വീട്ടിലേക്ക് കയറി പോവുകയും തിരിച്ചു വരികയും ചെയ്യുക. അന്ന് മുതലുള്ള എൻ്റെ ഓർമ്മകൾ അന്ന് ഓർത്തെടുത്തപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഈ കുട്ടിച്ചേട്ടൻ ഒരു നല്ല കുടുംബനാഥൻ, ഒരു നല്ല വത്സല പിതാവ്. ഏലിയമ്മ ചേട്ടത്തിയോട് ചേർന്ന് വിശുദ്ധമായ വിശ്വസ്തമായ കുടുംബ ജീവിതത്തിലൂടെ ദാമ്പത്യ ജീവിതത്തിലൂടെ 3 മക്കൾക്ക് ജന്മം നൽകി ആ 3 മക്കളെയും വളർത്തി വലുതാക്കി അവരെല്ലാം ഓരോ നിലയിൽ എത്തിച്ച് മരുമക്കളെയും കൊച്ചുമക്കളെയും എല്ലാം കണ്ടിട്ട് സംതൃപ്തിയോടെയാണ് ഈ നല്ല അപ്പച്ചൻ കടന്നു പോവുക. ഞാൻ കാണുമ്പോഴൊക്കെ എപ്പോഴും ഏലിയമ്മ ചേട്ടത്തിന്റെ വശത്ത് നിന്ന് വളരെ ശാന്തമായി അധികം ഒന്നും സംസാരിക്കാതെ എപ്പോഴും നിശബ്ദതയോടെ, ഒരിക്കൽ പോലും ഞാൻ ദേഷ്യപ്പെടുന്നത് കണ്ടിട്ടില്ല. ഞാൻ ഓർക്കുകയായിരുന്നു, സുവിശേഷത്തിലെ യൗസേ പിതാവിനെ പോലെ ഒരു തികഞ്ഞ നിശബ്ദതയോടെ തികഞ്ഞ ശാന്തതയോടെ ഒരു കുടുംബത്തെ നയിച്ച ഒരു നല്ല വത്സര പിതാവിന്റെ ഓർമ്മകൾ. രണ്ടാമത്തെ ഓർമ്മയായി ഞാൻ കരുതുന്നത് നല്ല ഒരു അധ്വാനശീലിയായ മനുഷ്യൻ. പരിമിതമായ ജീവിത സാഹചര്യങ്ങളിലാണ് കുട്ടിച്ചേട്ടന് വളർന്നു വന്നതെങ്കിലും നന്നായി അധ്വാനിച്ചു, നല്ല ജോലി ചെയ്തു, നമുക്ക് എല്ലാവർക്കും നന്മ ചെയ്ത് നന്നായിട്ട് അധ്വാനിച്ച് കടന്നു പോകുന്ന, നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് അധ്വാനിച്ച് അന്നം കഴിച്ച ഒരു നല്ല മനുഷ്യൻ. ഒപ്പം കുട്ടിച്ചേട്ടനെ നമ്മളെല്ലാം മനസ്സിലാക്കുന്ന പോലെ ഒരു നല്ല തികഞ്ഞ വിശ്വാസ ജീവിതം നയിച്ച ഒരു നല്ല കത്തോലിക്ക വിശ്വാസി. ഞാൻ പഴയ തറവാട് വീട്ടിലും ഈ കുടുംബത്തിനുമൊക്കെ അടുത്ത കാലത്ത് വന്നപ്പോഴും വളരെ സ്നേഹപൂർവം സ്വീകരിക്കുകയും സൽക്കരിക്കുകയും പോകുമ്പോൾ പ്രാർത്ഥിക്കണമെന്ന് നിർബന്ധം പിടിക്കുകയും ആശീർവാദം സ്വീകരിക്കുകയും അല്ലെങ്കിൽ ആശീർവാദം മേടിച്ചിട്ട് മാത്രമേ യാത്രയാക്കുമായിരുന്നു. അത്രമാത്രം ദൈവവിശ്വാസം, അതുപോലെ തന്നെ കുടുംബ പ്രാർത്ഥന നന്നായിട്ട് എല്ലാ ദിവസവും ചെല്ലുകയും ഈ മക്കളെ എല്ലാം കുടുംബ പ്രാർത്ഥനയും ജപമാലയും എല്ലാം പഠിപ്പിച്ച് നന്നായി കുടുംബത്തെ പ്രാർത്ഥനാപൂർവ്വം നയിച്ചു. അതുപോലെ തന്നെ ഇടവക ദേവാലയത്തോട്, പരിശുദ്ധ കുർബാനയോട്, ബലിപീഠത്തോട്, അൾത്താരയോട്, കൂദാശകളോട്, ദൈവവചനത്തോട്, പരിശുദ്ധ അമ്മയോട്, കുരിശുപള്ളി മാതാവിനോടൊക്കെ ഏറെ ഭക്തിയും നിഷ്ഠയും ഒക്കെ പുലർത്തിയ ഒരു നല്ല ഉത്തമ വിശ്വാസിയായിട്ടാണ് ഞാൻ കുട്ടിച്ചേട്ടനെ കാണുക. വൈദികരോടും വികാരിയച്ഛന്മാരും ഒക്കെ വലിയ സ്നേഹം. എപ്പോഴൊക്കെ ഈ കുടുംബത്തിൽ വന്നിട്ടുള്ളപ്പോഴൊക്കെ വളരെ സ്നേഹത്തോടെ ആദരവോടെ വൈദികരെ സ്വീകരിക്കുന്ന ഒരു നല്ല കുടുംബമായിട്ടാണ് ഇപ്പോൾ ഞാൻ കുട്ടിച്ചേട്ടനെയും ചേട്ടത്തെയും മക്കളെയും ഒക്കെ ഞാൻ മനസ്സിലാക്കുക. ഇപ്രകാരം നല്ല ഓർമ്മകൾ നമുക്ക് അവശേഷിപ്പിച്ചിട്ട് കടന്നു പോകുന്ന കുട്ടിച്ചേട്ടനെ നമുക്ക് സ്നേഹപൂർവ്വം യാത്രയാക്കാം. സെയിന്റ് അഗസ്റ്റിൻ പറഞ്ഞു വെക്കുന്നുണ്ട്, മരണം വരെ ഒരാൾ നമ്മുടെ കൺമുമ്പിലുണ്ട്. മരണത്തോടുകൂടി ഒരാൾ നമ്മുടെ ഹൃദയത്തിലേക്ക് ചുരുങ്ങുകയല്ല, വ്യാപിക്കുകയാണ്. ശരിയുമാണ്. ഇപ്പോൾ ഈ നിമിഷം വരെ കുട്ടിച്ചേട്ടന്റെ ഭൗതിക സ്ഥിതി നമുക്ക് മുമ്പിലുണ്ട്. ഇനി ഏതാനും നിമിഷങ്ങൾ കഴിയുമ്പോൾ കുട്ടിച്ചേട്ടന്റെ നമ്മളിൽ നിന്ന് പരിപൂർണമായി അപ്രത്യക്ഷമാവും. അപ്പോൾ ഹൃദയത്തിലേക്ക് ഒരു നല്ല ഓർമ്മകളായി കുട്ടിച്ചേട്ടൻ തുടരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കടന്നു പോകുമ്പോഴും അനാഥമായിട്ടല്ല കടന്നു പോവുക, അന്ധകാരത്തിലേക്കുമല്ല കടന്നു പോവുക. നമ്മൾ വിശ്വസിക്കുന്നത് പോലെ, സുവിശേഷം പഠിപ്പിക്കുന്നത് പോലെ നിത്യജീവന്റെ തീരത്തേക്ക് മാലാഖമാരുടെ
കൂടാരത്തിലേക്കാണ് കുട്ടിച്ചേട്ടൻ കടന്നു പോവുക. നമുക്ക് നന്ദിയോടെ സ്നേഹത്തോടെ യാത്രയാക്കാം. കുട്ടിച്ചേട്ടനെ ഏറെ സ്നേഹത്തോടെ കരുതുകയും ശുശ്രൂഷിക്കുകയും ചെയ്ത എലിയമ്മ ചേട്ടത്തെയും 3 മക്കളെയും അവരുടെ മരുമക്കളെയും കൊച്ചുമക്കളെയും എല്ലാം അവസാനം സഹായിച്ച മറ്റ് സഹോദരിയും എല്ലാം പ്രത്യേകം ഓർക്കുന്നു. അവർക്കെല്ലാം ദൈവനാമത്തിൽ നന്ദി പറഞ്ഞ് അവരുടെ അധ്വാനങ്ങൾക്ക്, അവരുടെ ശുശ്രൂഷകൾക്ക് ദൈവം പ്രതിഫലം നൽകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നമുക്ക് പ്രിയപ്പെട്ട കുട്ടിച്ചേട്ടനെ സ്നേഹപൂർവ്വം പ്രാർത്ഥനാപൂർവം സഭയോട് ചേർന്ന് സ്വർഗലോകത്തേക്ക് പ്രാർത്ഥനാപൂർവം യാത്രയാക്കാം. കുരിശിൽ മരിച്ച് ഉയർത്തെഴുന്നേറ്റ ഈശോ നമ്മെയും നമ്മുടെ എല്ലാ കുടുംബങ്ങളെയും അനുഗ്രഹിക്കട്ടെ. ആശംസകൾ പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ആമേൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും ഭക്തിയോടും കൂടെ നിന്ന് കർത്താവേ, ഈ ആത്മാവിനോട് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കാം. അനന്തമായ സ്നേഹത്താൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും അതുല്യമായ കൃപയാൽ ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്ത മിശിഹായെ, നിന്റെ കൽപ്പനയാൽ ഈ ലോകം വിട്ട് പുറപ്പെടുന്ന ഈ ആത്മാവിനെ നിത്യാനന്ദത്തിന്റെ തുറമുഖത്ത് സുരക്ഷിതമായി എത്തിക്കാൻ നിന്റെ പരിശുദ്ധ ദൂതന്മാരെ നിയോഗിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഗോൽത്തായിൽ നിന്റെ അമൂല്യമായ രക്തം ചിന്തി രക്ഷിച്ച ഈ ആത്മാവിന്റെ അപരാധങ്ങളും കടങ്ങളും ക്ഷമിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുവുദ്ധാനം വഴി മനുഷ്യവർഗത്തിന് പ്രതീക്ഷയും ശരണവും പ്രദാനം ചെയ്ത മിശിഹായെ, വിശ്വവിധി ദിവസത്തിൽ നിന്റെ മഹത്വത്തിന്റെ പ്രഭയാൽ ഈ ആത്മാവിനെ പ്രകാശിപ്പിക്കുകയും സ്വർഗരാജ്യത്തിന് അവകാശിയാക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദുഃഖിതരെ ആശ്വസിപ്പിക്കുവാൻ വേണ്ടി ലാസറിന്റെ മരണത്തിൽ സ്വയം കണ്ണുനീർ ചിന്തിയ മിശിഹായെ, കരയുന്നവരുടെ കണ്ണുനീർ തുടയ്ക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരുണാനിധിയും പാപങ്ങൾ പൊറുക്കുന്നവനുമായ മിശിഹായെ, നിന്റെ ദാസന്റെ പാപങ്ങൾ പൊറുക്കുകയും അയാളുടെ കുടുംബാംഗങ്ങളെയും ചാർച്ചക്കാരെയും ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. സകല സൃഷ്ടികൾക്കും പിതാവിനും എല്ലാ സൃഷ്ടിക്കപ്പെടാത്തവരും ഏകർത്താവുമായ ഈശോമിശിഹായെ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവവും പിതാവിനോടുകൂടെ ഏകസത്യവുമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് പരിശുദ്ധാത്മാവിനാൽ മനുഷ്യനായി പിറന്നു സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് മനുഷ്യരെ ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാൻ പിതാവിൽ നിന്ന് പുറപ്പെടുന്ന സത്യാത്മാവും ജീവനായ ഏകപരിശുദ്ധാത്മാവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും ശ്ലാഘികവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിലുള്ള മാമോദീസായും ശരീരത്തിന്റെ ഉയർപ്പും നിത്യായുസ്സും. കർത്താവേ, നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ദയാധിക്യം ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും ചെയ്യുമാറാകട്ടെ. മരണത്തിന്റെയും ജീവന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധ റൂഹയുമായ സർവേശ്വര, കർത്താവേ, നീ ആകാശത്തിലും ഭൂമിയിലും സ്തുത്യർഹനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. മരണം വരുമൊരു നാളോർക്കുക മർത്യാ, നീ കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ചൊല്ലുക മർത്യ,
കരയുന്നു, വ്യാകുലമാനസനായി എന്തിനു നീറുന്നു, തിരമാലകളാൽ തിങ്ങിമറഞ്ഞ് ഇളകും കടൽ പോലെ. കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ഭീകരമരണത്തിൻ കാലടി കേൾപ്പു ഞാൻ, പാപമെനിക്കുള്ളിൽ പേടി വളർത്തുന്നു, സാത്താൻ നിറയും പകയോടെ സതതമലട്ടുന്നു. മരണം വരുമൊരു നാൾ ഓർക്കുക മർത്യാനി, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ഞാൻ നല്ലവണ്ണം യുക്തം ചെയ്തു, ഞാൻ എൻ്റെ ഓട്ടം പൂർത്തിയാക്കി, എൻ്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു. അതിനാൽ നീതിയുടെ ന്യായാധിപനായ കർത്താവ് ഈ ദിവസം നീതിയുടെ മുടി എന്നെ അണിയിക്കുമാറാകട്ടെ. വിശ്വസ്തരായ നിന്നെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. ഉടനെ തന്നെ പള്ളിയിലേക്കുള്ള യാത്രയാണ്. സമയം നഷ്ടപ്പെടുത്താതെ നേരെ മുന്നോട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക. പ്രതിദേഹം വഹിക്കുന്ന വണ്ടി പുറകിലായിരിക്കും പോവുക. ഇവിടെ വീട്ടിൽ വെച്ച് ഉപചാരം അർപ്പിക്കുക. ചുംബിക്കാനുള്ളൊരു കുടുംബാംഗങ്ങൾ അത്യാവശ്യമുള്ളവർ മാത്രം ചുംബിക്കുക. മറ്റുള്ളവർക്ക് പള്ളിയിൽ ചെന്നതിന് ശേഷം ചുംബിക്കാനുള്ള അവസരമുണ്ടായിരിക്കും. എൻ്റെ സഹോദരരെ, ഞാനിപ്പോൾ നിങ്ങളോട് യാത്ര പറയുന്നു. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. വിടവാങ്ങുന്നേ നശ്വരമുലകിൽ വിടുതിയെനിക്കായി നൽകിയ വസതി, പരിശുദ്ധന്മാർ പരമാ എന്റെ സഹോദരരെ, ഞാനിപ്പോൾ നിങ്ങളോട് യാത്ര പറയുന്നു. വിശുദ്ധ തൈലത്താൽ അഭിഷിക്തവുമായ ശരീരത്തിന് ദൈവപുത്രന്റെ രണ്ടാമത്തെ ആഗമനം വരെ വിശ്രമം നൽകിയുടെ അവരുടെ ദൈവീകരിക്കണമേ. ഇവന്റെ മരണത്തിന്റെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, നീ എന്നെ തളിക്കുക, ഞാൻ നിർമ്മലനാകും. ഞാൻ നിർമ്മലനാകും.
കുടിയിലേക്ക് തന്നെ മടങ്ങുമെന്ന് അരുളി ചെയ്ത സകലത്തിനെ നാഥനായ ദൈവം നിന്റെ ഉയർപ്പിന്റെ മഹത്വത്തോടുകൂടി അവസാന ദിവസം തന്റെ വലത്തുഭാഗത്താൽ നിർത്തട്ടെ. ഈ സ്വീകരിച്ച വിശുദ്ധ ഭൂദാസികൾ അത്യുന്നത ദൈവത്തിന്റെ ന്യായാസനങ്ങൾ നിന്നെ സഹായിക്കട്ടെ. ദൈവന്റെയും ഭരണത്തിന്റെയും നാഥനും വിശുദ്ധാത്മാവുമായ സർവേശ്വര. മനുഷ്യ നീ കുടിയാകുന്നു, കുടിയിലേക്ക് തന്നെ മടങ്ങുമെന്ന് ഓർത്തുകൊള്ളുക. സർവേശാമി പരിശുദ്ധൻ ബലവാനേ നീ പരിശുദ്ധനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. തന്ന പൈതങ്ങളെ പാതയോരത്താക്കി പിരിയുന്നു മൂകമായി കരുണാമയൻ കൂട്ടായി വരും. സ്നേഹിച്ചു മുത്തങ്ങൾ തന്ന പൈതങ്ങളെ പാതയോരത്താക്കി പിരിയുന്നു മൂകമായി കരുണാമയൻ കൂട്ടായി വരും. പരലോകവാടിയിൽ കാണാം വീണ്ടും യാത്രയാകുന്നിതാ പ്രിയജനമേ. കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ. ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ. യാത്രയാകുന്നിതാ പ്രിയജനമേ. കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. വാക്കുകൾ കൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ വേദനിപ്പിച്ചെങ്കിൽ ക്ഷമ ചോദിക്കുന്നു. കൂടാരം വേടിയും കുഞ്ഞാടു ഞാൻ. വാക്കുകൾ കൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ വേദനിപ്പിച്ചെങ്കിൽ ക്ഷമ ചോദിക്കുന്നു. കൂടാരം വേടിയും കുഞ്ഞാടു ഞാൻ. ഈ ലോകവാസം പുൽക്കുടി പോലെ യാത്രയാകുന്നിതാ പ്രിയജനമേ. കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ. ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ. യാത്രയാകുന്നിതാ പ്രിയജനമേ. കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ.
യാത്രയാകുന്നിതാ പ്രിയജനമേ, കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. സ്നേഹിച്ചു മുത്തങ്ങൾ തന്ന പൈതങ്ങളെ പാതയോരത്താക്കി പിരിയുന്നു മോഹമായി കരുണാമയൻ കൂട്ടായി വരും. സ്നേഹിച്ചു മുത്തങ്ങൾ തന്ന പൈതങ്ങളെ പാതയോരത്താക്കി പിരിയുന്നു മൂകമായി കരുണാമയൻ കൂട്ടായി വരും. പരലോകവാടിയിൽ കാണാം വീണ്ടും യാത്രയാകുന്നിതാ പ്രിയജനമേ, കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ. ഈ കണ്ണുനീരിൽ വാക്കുകൾ കൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ വേദനിപ്പിച്ചെങ്കിൽ ക്ഷമ ചോദിക്കുന്നു. കൂടാരം വേടിയും കുഞ്ഞാടു ഞാൻ. വാക്കുകൾ കൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ വേദനിപ്പിച്ചെങ്കിൽ ക്ഷമ ചോദിക്കുന്നു. കൂടാരം വേടിയും കുഞ്ഞാടു ഞാൻ. ഈ ലോകവാസം പുൽക്കൊടി പോലെ യാത്രയാകുന്നിതാ പ്രിയജനമേ, കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ. ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ. യാത്രയാകുന്നിതാ പ്രിയജനമേ, കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. കരയല്ലേ കരയല്ലേ